ഗൈസ്, നിങ്ങൾ എത്ര പേര് ഈ ഒരു പഴം കഴിച്ചിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ആഞ്ഞിലിച്ചക്ക അല്ലെങ്കിൽ അയനിച്ചക്ക എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഇതിന്. നൈനി, അയനി, അയനിക്കാവിള, അയനിപ്ലാവ്, അങ്ങനെ പല തരത്തിലും ഇവനെ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഇതിന് അയനിച്ചക്ക എന്നാണ് പറയാറുള്ളത് കേട്ടോ. വീട്ടിൽ പോയപ്പോൾ കുറേ അയനിച്ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങനെ ഇതിൻ്റെ സ്വാദം അങ്ങനെ അങ്ങോട്ട് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കാന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഇവൻ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നിലത്ത് വീഴാതെ കിട്ടുകയാണെങ്കിൽ ഇവൻ നല്ല സൂപ്പറാണ്. നിലത്ത് വീണ് കഴിഞ്ഞാൽ ആകെ ചീഞ്ഞ് ആകെ ഇതായി പോവും. പക്ഷെ ഇത് നമുക്ക് നിലത്ത് വീഴാണ്ട് തന്നെ അങ്ങനെ അധികം പഴുക്കണേന്റെ മുന്നേ തന്നെ നമ്മൾ പൊട്ടിച്ച് എടുത്തതായിരുന്നു കേട്ടോ. എന്നിട്ട് പഴുത്ത് ഇരിക്കുകയാണ് ഇവൻ. കുറച്ചു കാലമായിട്ട് ഇവനെ കാണാറില്ലെങ്കിലും പക്ഷെ ഇപ്പം എല്ലാവർക്കും പ്രിയമായിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ട് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു പഴത്തെ. പഴുത്താൽ പച്ച നിറത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഓറഞ്ച് കലർന്ന ഒരു ഭാഗമാണ് അതിന്റെ മുള്ളുഭാഗത്തൊക്കെ കാണാറുള്ളത് കേട്ടോ. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടുക്കു ചിട്ടയോടും കൂടിയിട്ടുള്ള ചുളകളും ഇതിനകത്ത് കാണാം. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇവൻ അധികം പഴുത്തിട്ട് കാണാറുള്ളത് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ചുളകളൊക്കെ അങ്ങനെ അടുക്കി പെറുക്കി വെച്ച് സെറ്റ് ആയിരിക്കും പോലെയാണ്, ഒരു പഴക്കുല പോലെയാണ് നമുക്കിതിനെ ശരിക്കും തോന്നുന്നത്. നല്ല മധുരവും ചെറിയൊരു പുളിയും കലർന്നാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. നല്ല നല്ല ഔഷധ ഗുണങ്ങളും നല്ല ടേസ്റ്റും ഉള്ളൊരു പഴമാണ്. ഇതാണ് അതിന്റെ ഒരു ചുളട്ടോ. കുഞ്ഞിതാണ് ഈ ഒരു ചുള. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര താപനില കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും സിങ്കും എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്ത് ആവാനും ഗ്ലോ കിട്ടാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ വായിലും വയറിലും ഒക്കെ ഉണ്ടാകുന്ന അൾസർ, പിന്നെ വായിലെ ഇടയ്ക്ക് ഇങ്ങനെ പുണ്ണൊക്കെ വരുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ ഗുണമാണ് കേട്ടോ. പുട്ട് കഴിച്ചിട്ട് നല്ല കമന്റ് ഒക്കെ പറയുന്നുണ്ട്. നല്ല ഔഷധ ഗുണങ്ങളും ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്തോ അധികമായാൽ അമൃതം വിഷം എന്ന് പറയും പോലെ തന്നെയാണ്. ഒരുപാട് അങ്ങ് കഴിച്ചൊന്നും പോവരുത് കിട്ടിയാൽ കേട്ടോ. ചർമ്മരോഗങ്ങള്, ആസ്മ, അൾസർ, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഗുണം ചെയ്യുന്ന ഈ ഒരു പഴം കഴിച്ചാൽ എന്നാണ് പറയപ്പെടുന്നത്. പഴം മാത്രമല്ല കുരുവും ഗുണമുള്ളതാണ്. ഈ കുരു നമുക്ക് വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കപ്പലണ്ടീനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഡ്രൈ ഫ്രൂട്ടായിട്ട് തന്നെ നമുക്ക് ഇതിനെ എടുക്കാൻ വേണമെങ്കിൽ. കുറച്ചു നേരം കൊണ്ട് തന്നെ ചക്കയുടെ കാര്യം കരിമ്പുംകാട്ടിൽ ആന കയറിയ അവസ്ഥ കേട്ടോ. ഇതായി ലാസ്റ്റ് കൊണ്ട്. ചക്ക അങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ പഴുത്തത് നോക്കിയിട്ട് വീണ്ടും വീണ്ടും എടുക്കുകയാണ് കേട്ടോ. കുരു കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുന്നാണ് പറയുന്നത്. എന്തായാലും അയനിച്ചക്ക സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഇങ്ങനെ വഴുതി പോവാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി എല്ലാവരും കാണുമ്പോൾ ഇത് വാങ്ങിയിട്ട് കഴിക്കുക. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുക എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കഴിച്ചവരും കഴിക്കാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ബൈ ബൈ.